ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും മറ്റുള്ള ഒരാളുടെ കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഓരോ പോർഷൻസ് ഇങ്ങനെ കാണിക്കുന്നു, അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നു, വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നു, നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോ ഫേസ്ബുക്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒത്തിരി പേര് ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊന്നും പ്രോബ്ലം വരത്തില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ഫേസ്ബുക്കിനാണെങ്കിലും യൂട്യൂബിനാണെങ്കിലും ഫെയർ യൂസേജ് പോളിസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമുക്ക് വേറൊരാളുടെ കണ്ടന്റ് ഒരു ലിമിറ്റഡ് ടൈമിൽ താഴെ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ അവർ പറയുന്ന ഒരു 15 സെക്കൻഡ് 16 സെക്കൻഡ് ഒക്കെയാണ്. അത് 15 to 16 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് താഴെയുള്ള വീഡിയോസ് നമുക്ക് വേറൊരാളുടെ കണ്ടന്റ് എടുത്ത് നമ്മളുടെ ബോക്സിനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ കണ്ടന്റ് അത് അവർ ഫുള്ളെ കാണിക്കാതെ നമ്മളുടെ കണ്ടന്റ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ബോക്സ് സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ബോക്സ് ആയിട്ട് കാണിക്കല്ലോ, ആ ബോക്സിൽ നമുക്ക് കാണിച്ചുകൊണ്ട് തന്നെ ആ വീഡിയോയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതായത് അവരുടെ ഒരു വീഡിയോ ഫുൾ അങ്ങോട്ട് കാണിച്ചിട്ട് നിങ്ങളെ ഒരു കുഞ്ഞു സ്ക്രീനിൽ ഇപ്പറെ കാണിക്കുന്ന ആ ഒരു പോളിസി അല്ല, നമ്മളെ ആയിരിക്കണം അതിനകത്ത് വലിയ സ്ക്രീനിൽ കാണിക്കേണ്ടത്. അതിൻ്റെ സൈഡിൽ മാത്രം നമ്മൾ എടുക്കുന്ന ആ കണ്ടന്റ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ മാത്രം കാണിക്കാം. അപ്പോൾ ഫെയർ യൂസേജ് പോളിസി യൂട്യൂബിൽ നന്നായിട്ട് സക്സസ് ആവുന്നുണ്ട്, നന്നായിട്ട് അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, അതായത് മറ്റുള്ളവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് പ്രോബ്ലം വരത്തില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പോലെ ഫേസ്ബുക്കിൽ അധികം ആൾക്കാർ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് എപ്പോഴും ഏത് സമയവും നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനും നമ്മുടെ ചാനൽ തന്നെ നമ്മുടെ പേജ് തന്നെ ഡിലീറ്റ് ആക്കി പോകാനും ഒക്കെ ഉള്ള സാധ്യത ഒരു 100% മറ്റേതിനേക്കാളും കൂടുതലാണ് കേട്ടോ. യൂട്യൂബിന് നമുക്ക് കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതായത് ഈ ഫെയർ യൂസേജ് പോളിസി എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് എല്ലാവരും വീഡിയോ ചെയ്തത്. പക്ഷെ അതേ സാധനം ഒരു പക്ഷേ ഫേസ്ബുക്കിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്നും അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ വരും. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ച് കണ്ടൊക്കെ വേണം ചെയ്യാൻ. വളരെ ലിമിറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഒത്തിരി നമ്മൾ യൂട്യൂബിൽ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പോലുള്ള വീഡിയോസ് ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഓൺ കണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും നമ്മളൊരു കഷ്ടകാലത്തിന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഈ പോളിസിയിൽ നിരക്കാത്തതായിരിക്കും. ഉടനെ നമ്മുടെ മോണിറ്റൈസേഷൻ പോകാനും സാധ്യതയുണ്ട്. പോകുന്നത് വളരെ എളുപ്പമാണ്, ഇന്നാൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ തിരിച്ച് കിട്ടാൻ വളരെ പ്രയാസമാണ്. അവരുടെ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്ത് 3 മാസം 4 മാസം ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ റിക്വസ്റ്റ് കൊടുത്തു, 2 ആഴ്ചയായി ഇതുവരെ റിപ്ലൈ വരുന്നില്ലല്ലോ. 2 ആഴ്ചയാകുമ്പോൾ റിപ്ലൈ വരത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഏറ്റവും കുറഞ്ഞ 3 മാസം എടുക്കണം. 3 മാസം മുതൽ അങ്ങോട്ടേക്ക്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന തെറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതിന് ഇളവ് കിട്ടുന്നത്. അല്ലാതെ ഫേസ്ബുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചിട്ട്, അതായത് റീയൂസ്ഡ് കണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് സ്ട്രൈക്കല്ല ഡയറക്റ്റ് നമുക്ക് തരുന്നത് ക്ലെയിം അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ മോണിറ്റൈസേഷൻ എടുത്ത് കളയുകയൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഏറ്റവും കുറഞ്ഞ 3 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 മാസം മുതൽ 1, 2, 3 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടേണ്ട സാഹചര്യങ്ങൾ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫേസ്ബുക്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും വളരെ ലിമിറ്റഡ് ആയിരിക്കണം. നമ്മൾ കണ്ടറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം നമ്മൾ ആ വീഡിയോയിൽ എൻഗേജ് ആയിരിക്കണം. നമ്മളുടെ വോയിസ് ഓവർ അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് യൂട്യൂബിൽ വലിയ പ്രശ്നമില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുണ്ട്, യൂട്യൂബിൽ വലിയ പ്രശ്നമില്ല. ഫേസ്ബുക്കിൽ ഇതെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം ഒരാളുടെ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഫുൾ ടൈം നമ്മൾ ആ വീഡിയോയുടെ ഫ്രം ബിഗിനിങ് ടു ലാസ്റ്റ് നമ്മളുടെ ഒരു പ്രസൻസ് ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. നമ്മളുടെ വലിയ സ്ക്രീനിലായിട്ട് അവരെ ചെറിയ സ്ക്രീനിൽ കൊടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ പ്രസൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു 5 മിനിറ്റിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മിനിറ്റ് അവരുടെ വീഡിയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, ഒരു 15 സെക്കൻഡ് ഇങ്ങനെ ക്ലിപ്സ് ഇടുക, നമ്മൾ കമൻറ്റ്സ് അതിന് പറയുക, വീണ്ടും ഒരു 15 സെക്കൻഡ് വേണേൽ കുറച്ച് നമ്മൾ സംസാരിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഏതെങ്കിലും ഒരു കണ്ടന്റ് വേറെ ആരുടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ കാണിക്കുക, അതിനെക്കുറിച്ച് നമുക്കൊന്ന് റിയാക്ഷൻ പറയാം. അതൊന്നും ഒരു കുഴപ്പമില്ല.
പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മറ്റുള്ളവരുടെ വീഡിയോ കാണിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് 1/2 മിനിറ്റോ 1 മിനിറ്റോ ആകാൻ പാടില്ല. നമുക്ക് സെക്കൻഡുകൾ 15 സെക്കൻഡ് 20 സെക്കൻഡ് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഈ ഫെയർ യൂസേജ് പോളിസിയുടെ ഉള്ളിൽ നിൽക്കും കേട്ടോ. ഫേസ്ബുക്ക് നമുക്ക് ഒരിക്കലും സ്ട്രൈക്ക് തരത്തില്ല, ഫേസ്ബുക്കായിട്ട് സ്ട്രൈക്ക് തരത്തില്ല. ഫേസ്ബുക്ക് നമുക്ക് തരുന്ന സാധനം ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് അല്ലെ റീയൂസ്ഡ് കണ്ടന്റ്, അതായത് അവരുടെ AI ഡിറ്റക്ട് ചെയ്യുന്നു ഇന്ന ഒരു പോർഷന്റെ ഇന്ന ഒരു വീഡിയോയുടെ പോർഷൻ എടുത്ത് ഇവരിട്ടുണ്ട്, അല്ലെ ഇന്ന ഒരു വീഡിയോ ഒരു ചേഞ്ച് ചെയ്യാതെ അതിന്റെ ID ഒരു ചേഞ്ചും വ്യത്യാസം വരുത്താതെ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തുമ്പോഴാണ് അതിന്റെ ആ വീഡിയോയുടെ ID ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഒരു വ്യത്യാസം വരുത്താതെ നമ്മൾ എടുത്തിടുമ്പോൾ ഫേസ്ബുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് അത് നമുക്ക് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞു വരും, നമ്മുടെ മോണിറ്റൈസേഷൻ പോകും. അതേസമയം നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളുടെ കണ്ടന്റ് ഇന്ന ആളെടുത്തിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീഡിയോയ്ക്ക് അവര് സ്ട്രൈക്ക് ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫേസ്ബുക്ക് സ്ട്രൈക്ക് തരുന്നില്ല. ഫേസ്ബുക്ക് ഡയറക്ടർ നമുക്ക് ഒരിക്കലും സ്ട്രൈക്ക് തരത്തില്ല, വേറൊരാളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ ഫെയർ യൂസേജ് പോളിസിയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മൾ ഒരാളുടെ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് അത് മനസ്സിലാകത്തില്ല. അതേസമയം എനിക്ക് ഇന്ന ആളുടെ ആ ഒരു 15 സെക്കൻഡിന്റെ ക്ലിപ്പ് കാണിച്ചെങ്കിൽ മാത്രമേ അത് ഓഡിയൻസിന് മനസ്സിലാകത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അല്ലാതെ നമുക്ക് കമന്റ് ഒക്കെ പറഞ്ഞിട്ട് പോകാം, ഇന്ന ആളുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ ആ രീതിയിൽ നമുക്ക് പറഞ്ഞിട്ട് പോകാം. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ ചാനലിൽ അല്ലെങ്കിൽ ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ അവരുടെ ചാനലിന്റെ പേര് പറയുക, അവരുടെ വീഡിയോ എടുക്കുക, ഇതൊക്കെ പ്രശ്നങ്ങളാണ് കേട്ടോ. നമ്മളൊരു കറക്റ്റായിട്ട് ഇന്ന ആൾ ഇന്നതുപോലെ ചെയ്തില്ല, ആ ചാനലിന്റെ പേരോ അല്ലെ ആ വ്യക്തിയുടെ പേരോ ഒക്കെ പറയുന്നത് പോലും പ്രശ്നമാണ്. പ്രശ്നമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവര് നമുക്കെതിരെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ്, അതായത് സ്ട്രൈക്ക് തരുമ്പോഴാണ്. അവരിങ്ങനെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ പേര് അനാവശ്യമായിട്ട് വലിച്ചഴിച്ചു, എൻ്റെ പേര് അതിനകത്ത് യൂസ് ചെയ്തു, അല്ലെ എൻ്റെ ചാനലിൻ്റെ പേര് അതിനകത്ത് ആവശ്യമില്ലാതെ യൂസ് ചെയ്തു, എൻ്റെ വീഡിയോ അവർ ആവശ്യമില്ലാതെ യൂസ് ചെയ്തു, എൻ്റെ അനുവാദം ഇല്ലാതെ അവരെൻ്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോഴാണ് അത് മെയിനായിട്ട് പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫേസ്ബുക്ക് നമുക്ക് സ്ട്രൈക്ക് തരത്തില്ല. ഫേസ്ബുക്ക് ഒരാൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് സ്ട്രൈക്ക് വരുന്നത്. അത് ഫേസ്ബുക്ക് അല്ല നമുക്ക് സ്ട്രൈക്ക് തരുന്നത്, ആ ആള് നമുക്ക് സ്ട്രൈക്ക് തരുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് അതിനുള്ള അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ പലപ്പോഴും ഈ നമ്മുടെ ചാനലുകളുടെ ഒക്കെ വീഡിയോ ഓരോരുത്തരെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ, അവരൊന്നും പിന്നെ വലുതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല. എങ്കിൽ പോലും ഫേസ്ബുക്കിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പലപ്പോഴും പല ചാനലിന്റെയും വീഡിയോ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമ്പം ആ ചാനലുകാർ മിണ്ടാത്ത കാര്യം എന്നാന്ന് വെച്ചാൽ അവരെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പല ചാനലുകാരും ഒന്നും മിണ്ടാൻ പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൽ വഴി ഒരു അഡ്വർടൈസ്മെന്റ് കിട്ടുകയാണ്. ചിലപ്പോൾ ഒന്നും അറിയാത്ത ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ വേറൊരാളെടുത്ത് നല്ലതാണെന്ന് കണ്ടിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ചാനൽ ഏതാന്ന് പറഞ്ഞ് തപ്പിയ ആൾക്കാർ അന്വേഷിച്ച് വന്ന് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പലരും റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈവൻ നമ്മൾ ചാനലുകാരുടെ ഏതെങ്കിലുമൊക്കെ ഫണ്ണി വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്ത് ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലേ. അതേസമയം നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും ചാനലുകാർക്കെതിരെയാണ്, അതായത് അവരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, റിയാക്ഷൻ വീഡിയോയിൽ എന്തെങ്കിലും മോശമായ രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അങ്ങനെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ക്രിട്ടിസൈസേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും അത് മൈൻഡ് ചെയ്യത്തില്ല. കാരണം അതും അവരുടെ ചാനലിലൊരു പ്രൊമോഷനായിട്ടേ അവരെടുക്കത്തുള്ളൂ. പക്ഷെ അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് അവരെ സമൂഹത്തിന് മുന്നിൽ ഒത്തിരി താറടിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റിപ്പോർട്ട് ചെയ്യും. അവർ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ട കാര്യം, യൂട്യൂബിൽ നമ്മൾ ഇടുന്നത് പോലെ എല്ലാം കൊണ്ടൊന്നും ഫേസ്ബുക്കിൽ ഇടാൻ പറ്റത്തില്ല. യൂട്യൂബിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം ആ ഫെയർ യൂസേജ് പോളിസിയുടെ അകത്ത് നിന്ന് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഒത്തിരി പ്രോബ്ലമാണ്. നമ്മൾ ഫേസ്ബുക്കിൽ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും കുറച്ചൊന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ചെയ്യാൻ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ പല വീഡിയോസും നമ്മൾ ഫേസ്ബുക്കിൽ ആ വീഡിയോ കാണാൻ പറ്റില്ല. കാരണം ഫേസ്ബുക്കിൻ്റെ പോളിസി എൻ്റെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണേലും അങ്ങനെ ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നവരാണേലും ഒന്ന് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക. മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ പേജിന് പ്രോബ്ലം തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നിൽക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സുരേഷ് സൈനിങ് ഓഫ്. ബൈ.